കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാൻ സിന്ധു, ത്രിമധുരം ഗ്രൂപ്പിലെ ഒരു അംഗമാണ്. ഞാൻ കൃഷ്ണഭക്ത ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ നാരായണനാമം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ജപവുമുണ്ട്. എപ്പോൾ കൃഷ്ണനെ വിളിച്ച് സങ്കടം പറഞ്ഞാലും എനിക്ക് ആശ്രയം തന്നിട്ടുണ്ട്. എല്ലാവരും കൃഷ്ണാനുഭവം പറയുമ്പോൾ എനിക്ക് അനുഭവങ്ങളുടെ ഒരു പട്ടിക തന്നെയുണ്ട്. എഴുതി തുടങ്ങിയപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അടുക്കും ചിട്ടയോടും എങ്ങനെ എഴുതണമെന്നറിയുന്നില്ല. കേൾക്കുന്നവർക്ക് ചെറുതെന്ന് തോന്നുന്ന, എന്നാൽ എന്നെ സംബന്ധിച്ച് വലിയ ഒരു അനുഭവം. എനിക്ക് നടുവുവേദനയുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല വേദന, ഒട്ടും കുനിയാൻ പറ്റുന്നില്ല. രാവിലെ അടുക്കളയിലെല്ലാം ചെയ്യണമല്ലോ, ഒരു വിറകെടുത്ത് അടുപ്പിൽ വെക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എൻ്റെ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു, വേറെ ആരുമില്ല കൃഷ്ണ സഹായിക്കാൻ, എൻ്റെ വേദന മാറ്റിത്തരണേ. ഭഗവാന്റെ ആടിയ എണ്ണയും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചുട്ടോ. ഇപ്പോൾ വേദന കുറഞ്ഞതിനാൽ ഞാൻ ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞു. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. കുറച്ച് പണികൾ ചെയ്ത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റി. വേദന കുറഞ്ഞു, കുനിയാനും വിഷമമില്ലെന്നായി. സാർ ഇത് വായിക്കണേ. ആ സമയത്ത് എൻ്റെ വേദന അത്രയും വലുതായിരുന്നു. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള വേദന എന്നൊക്കെ പറയാൻ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അന്നേരം നമ്മൾ അറിയാതെ വിളിച്ചു പോകും ഭഗവാനെ, ഒന്ന് എങ്ങനെയെങ്കിലും അന്ന് മാറ്റിത്തരണേ എന്നായിരിക്കും പ്രാർത്ഥന, അല്ലേ? പിന്നീടുള്ളത് അതിന് ശേഷം നമുക്ക് ആ നിമിഷത്തെ ആ ഒരു കടമ്പ കടന്നു കിട്ടുക എന്ന് പറയുന്നത് അത് ഭഗവാനെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിൽ, നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നല്ലതാണെങ്കിൽ, നിങ്ങൾ തെളിഞ്ഞ വെള്ളം പോലെയുള്ള ശുദ്ധമായ മനസ്സുള്ളവരാണെങ്കിൽ മാത്രം ഭഗവാൻ നിങ്ങളുടെ വിളി കേൾക്കും. അല്ലെങ്കിൽ കേൾക്കില്ല കേട്ടോ, ഒരു സംശയമില്ല. വെറുതെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആസ് എ പേഴ്സൺ, ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും പെർഫെക്റ്റ് ആവുക. മാനവസേവ, മാധവസേവ എന്ന് പറയുന്നത് നമ്മൾ സേവനത്തിലൂടെയും നമുക്ക് നമ്മുടെ വ്യക്തിത്വം വളർത്താൻ പറ്റില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ വ്യക്തി എന്ന നിലയിൽ ആദ്യം ഏറ്റവും പെർഫെക്റ്റ് ആവുക, കൂടെ ഭഗവാനെ വിളിക്കുക. അപ്പം എല്ലാ കാര്യങ്ങളും ഭംഗിയായിക്കോളും. ഹരേ കൃഷ്ണ.